നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ വെച്ച് വീഡിയോ കാണുന്ന ആളുകളാണ്. യൂട്യൂബിനകത്ത് വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നിങ്ങളൊക്കെ യൂട്യൂബ് കാണുന്ന ആളായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഞാനിവിടെ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. അതായത് ഞാനിപ്പോൾ നമ്മുടെ തന്നെ ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ്. ഇതാകുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടായില്ല. അതുകൊണ്ട് ടെക്നോളജി വീഡിയോ കാണുന്ന ആളുകൾ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒന്നാണ്, സ്ക്രീൻ വലുതല്ല, ചെറിയ സ്ക്രീനാണ്, ഇതിങ്ങനെ നോക്കിയിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുകയെന്ന്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് 2 വിരൽ നമ്മുടെ സ്ക്രീനിൽ വെച്ചുകൊടുത്താൽ ഇതുപോലെ സൂം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോക്കകത്ത് എവിടേക്കാണോ എന്തൊക്കെയാണോ പറയുന്നതെങ്കിൽ നമുക്ക് 2 വിരൽ ഉപയോഗിച്ച് വീഡിയോ ഇതുപോലെ സൂം ചെയ്ത് കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ സ്ക്രീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ വീഡിയോക്കകത്ത് പറയുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നതെങ്കിൽ അത് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. 2 വിരൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു സൗകര്യം പലർക്കും യൂട്യൂബിനകത്ത് അറിയില്ല. രണ്ടാമത്തെ കാര്യം, ചില വീഡിയോകളൊക്കെ വളരെ ലാഗായിട്ടായിരിക്കും, സ്പീഡ് അങ്ങ് തീരെ കുറവായിരിക്കും. വളരെ ലാഗ് അടിച്ചിട്ടുള്ള 2 മിനിറ്റ് കൊണ്ടൊക്കെ തീർക്കേണ്ട വീഡിയോ ചില ആളുകളൊക്കെ 5 മിനിറ്റ് വീഡിയോ ഒക്കെ ആക്കി മാറ്റും. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ഞാനൊക്കെ നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ഇടുന്നത് വെറും 3 മിനിറ്റ് 4 മിനിറ്റിനകത്ത് നമ്മൾ ഉള്ളിനകത്തേക്ക് നമ്മുടെ വിഷയം അവതരിപ്പിച്ചിരിക്കും. മാക്സിമം 3 മിനിറ്റ് 3.5 മിനിറ്റ്, അതിലങ്ങോട്ടങ്ങ് നീങ്ങിയാൽ 4 മിനിറ്റുള്ള വീഡിയോ വരെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ. പലർക്കും ഒരുപാട് സമയത്തേക്ക് വീഡിയോ ചെയ്താൽ വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ വീഡിയോ ആണ് ചെയ്യാറുള്ളത്. എന്നാൽ ചില ആളുകൾക്ക് വലിയ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യൂട്യൂബ് ഇതുപോലെ പ്ലേ ചെയ്യുമ്പോൾ മുകളിൽ വലതു ഭാഗത്ത് ഈ സെറ്റിങ്സിൻ്റെ ഐക്കൺ കണ്ടില്ലേ വലതു ഭാഗത്ത്, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം പ്ലേ ബാക്ക് സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതുകൂടെ കാണിച്ചു തരുന്നത് മാത്രം. ഈ ജസ്റ്റ് 2ലോട്ടിട്ടാൽ ചിലപ്പം ചില വീഡിയോകൾക്ക് നല്ല സ്പീഡായിരിക്കും, പെട്ടെന്ന് മനസ്സിലാകില്ല. അങ്ങനെ വരികയാണെങ്കിൽ 1.5 ഇടുക. ഇത് തീരെ ലാഗുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് 1.5 കേൾക്കുന്നൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ലാഗുള്ള വീഡിയോ ആണെന്ന് കരുതി അത് കാണാതെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, സ്പീഡ് കൂട്ടി കേട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ചില വീഡിയോക്ക് ക്വാളിറ്റി കുറവായിരിക്കും. ഇപ്പോൾ ചില ആളുകളുടെ വീഡിയോക്കൊന്നും ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ HD ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ നമുക്കത് എന്താണെന്ന് കൃത്യമായിട്ട് കാണാനൊന്നും സാധിക്കില്ല, ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ വീഡിയോക്കകത്ത് ക്വാളിറ്റി കൊണ്ടുവരാൻ ഞാൻ കാണിച്ചുതരാം. നമ്മുടെ വീഡിയോ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ വലതു ഭാഗത്തുള്ള ഈ കാണുന്ന സെറ്റിങ്സിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ കാണിക്കും, ഇവിടെ ഏറ്റവും മുകളിൽ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹയർ പിക്ചർ ക്വാളിറ്റി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നല്ല ക്ലിയർ ആയിട്ട് അവർ വീഡിയോ HD ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും യൂട്യൂബ് നല്ല ക്വാളിറ്റിയിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ അതിലെന്താണോ കാണിക്കുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഹയർ HD ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. പിന്നെ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് നോർമൽ ക്വാളിറ്റിയിലേക്ക് മാറും. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വീഡിയോക്ക് മാത്രമേ അത്തരത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ വലിയ വീഡിയോകൾ, ഇപ്പോൾ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉള്ള വലിയ സിനിമ അല്ലെങ്കിൽ മറ്റു വലിയ വീഡിയോകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ഉറങ്ങിപ്പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈമർ സെറ്റ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം യൂട്യൂബിനകത്തുണ്ട്. യൂട്യൂബിൻ്റെ വീഡിയോ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഈ സെറ്റിങ്സ് ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ താഴെ മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ലീപ്പ് ടൈമർ എന്നുള്ളൊരു ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മിനിറ്റ്, ഒരു വീഡിയോ നിങ്ങൾക്ക് 30 മിനിറ്റുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ 15 മിനിറ്റ് കാണുമ്പോഴത്തേക്ക് ഉറങ്ങുമെന്ന് തോന്നുകയാണെങ്കിൽ വെറുതെ 30 മിനിറ്റ് അത് പ്ലേ ചെയ്ത് നമ്മുടെ ഇൻ്റർനെറ്റ് തീർക്കേണ്ട ആവശ്യമില്ല. 15 മിനിറ്റ് വേണമെങ്കിൽ ഇവിടെ 15 എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ 15 മിനിറ്റ് പ്ലേ ആകുമ്പോൾ, അതായത് പ്ലേ ആയി 15 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അങ്ങ് ഓഫ് ചെയ്തോളും. ഇപ്പോൾ വലിയ വീഡിയോ കണ്ട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറുള്ള വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ 2 മണിക്കൂർ പൂർണ്ണമായിട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും. നമ്മളാണെങ്കിൽ 10 മിനിറ്റോ 15 മിനിറ്റോ മുന്നേ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഉറങ്ങുമെന്ന് സാധ്യതയുള്ള സമയം സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ സമയം വരെ യൂട്യൂബ് ഓട്ടോമാറ്റിക് പ്ലേ ആകുകയും അവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ അങ്ങ് സ്റ്റോപ്പ് ആക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂട്യൂബിനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വീഡിയോ കാണുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറുകളാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.